ചെങ്ങന്നൂർ നഗരസഭയ്ക്കെതിരെയും നഗരസഭയിലെ പ്രതിപക്ഷമായ ബിജെപിക്കെതിരെയും ആയുർവേദ ആശുപത്രി ഉദ്ഘാടന വേളയിലെ മന്ത്രി സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിന് മറുപടിയുമായി നഗരസഭാ ചെയർപേഴ്സൺ മനീഷ് കീഴാമഠത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മരുന്ന് വാങ്ങുന്നതിനുമായി വർഷം തോറും നഗരസഭ തുക അനുവദിക്കുന്നുണ്ട്. ഈ വർഷം 40 ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലം ആയുഷ് വകുപ്പിന് കൈമാറുകയും കെട്ടിടം പണിതതും സ്വാഗതാർഹമാണ്. എന്നാൽ ആശുപത്രിയുടെ ദൈനംദിന നടത്തിപ്പും സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നഗരസഭയാണ്. ഏകപക്ഷീയമായി മന്ത്രി പേരുമാറ്റം നടത്തിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടന ചടങ്ങിൽ വിട്ടുനിന്നതെന്ന് ചെയർമാൻ വ്യക്തമാക്കി. ആശുപത്രിയുടെ പേരിനൊപ്പം ഉണ്ടായിരുന്ന ചെങ്ങന്നൂർ നഗരസഭയുടെ ആയുർവേദ ആശുപത്രി എന്നുള്ളത് നീക്കിയത് ചട്ടപ്രകാരമല്ല എന്നാരോപിച്ച് ഉദ്ഘാടന വേളയിൽ UDF വിട്ടുനിന്നതിൽ മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിൽ വിമർശിച്ചിരുന്നു. 1 രൂപയുടെ സഹായം ഈ നഗരസഭ അവർ പരിപാലിക്കുന്ന ഈ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കൊടുത്തില്ല. 1953 ആരംഭിച്ച ഈ നഗരസഭയ്ക്ക് ഒരു കക്കൂസ് പണിത് കൊടുത്തില്ല. ഞാനിതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങത്തുള്ളൂ. ആ താലൂക്ക് ഓഫീസ് 2018 നിങ്ങൾ വലിച്ചതിന് ശേഷമല്ലേ ഞങ്ങൾ അവിടെ വന്നത്. ആ ഇടിഞ്ഞ് പൊളിഞ്ഞ് അതിൻ്റെ അകം മുഴുവൻ ചോർന്ന് അതങ്ങ് പൊളിച്ചു. 22 കോടിക്കവിടെ കെട്ടിടം പണിയാണ്. ഒരു സങ്കടമുണ്ട്, നമ്മുടെ നഗരസഭയാണ് ഇത് നടത്തുന്നത്. നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനീഷ് നല്ലൊരു കൊച്ചനാണ്, ഇപ്പോൾ ചെയർമാനായി വന്നതാണ്. മിനിഞ്ഞാന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. അത് എല്ലാ പരിപാടിക്കും വന്നു, സഹകരിച്ചു. സ്റ്റേഡിയത്തിന് വരെ അവരെല്ലാം വന്ന് എല്ലാ കാര്യവും ശ്രദ്ധിച്ചു. ഇന്നലെ രാത്രിയായപ്പോൾ നമ്മൾ ഈ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒരു വെപ്രാളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഈ കണ്ടമാനം ഉദ്ഘാടനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു ഇത് മുനിസിപ്പാലിറ്റിയുടെ ആയുർവേദ ആശുപത്രിയാണ്, അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ആയുർവേദ ആശുപത്രി അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ട് വരത്തില്ല. കേരള സർക്കാർ ആയുർവേദ ആശുപത്രി എന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. കാശ് മുടക്കിയത് അത് മുൻകൈ എടുത്ത് MLA അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അവർക്കൊരു ബോർഡ് അവിടെ വെക്കുന്നതിന് എനിക്ക് തടസ്സമൊന്നുമില്ല. കാരണം ഈ നോട്ടീസിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട് 1953 ആരംഭിച്ച് വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെന്ന്. ഇപ്പോൾ നഗരസഭയുടെ ഘടകസ്ഥാപനം എന്ന് വെച്ചാൽ പരിപാലനം ഞങ്ങൾ എടുത്തോണ്ട് പോകുന്നേ ഇല്ല. നഗരസഭ ഇത് പരിപാലിക്കണം.